ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ജിജിമോൻ സാറാണ്. അദ്ദേഹം റിട്ടയർഡ് SP ആണ്. ഒരുപാട് അനുഭവങ്ങൾ സാറിന് പറയാനുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിലാകുമ്പോൾ അറിയാമല്ലോ, SI ആയിട്ടും CA ആയിട്ടും DYSP ആയിട്ടും SP ആയിട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. എനിക്ക് പരിചയം, അദ്ദേഹം ഒരു പുതിയ പദ്ധതി പോലീസ് സേനയുള്ളപ്പോൾ കൊണ്ടുവന്നു, സുഹൃതം എന്നാണ്. അതായത് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ക്യാപ്ഷനാണ്, കണ്ണ് മനുഷ്യനോ മണ്ണിനോ. ഇത് ഞാൻ കണ്ടപ്പോൾ ഇത് ആരാണോ ഈ പദ്ധതിയുടെ പിന്നിൽ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ജിജിമോൻ സാറാണ് അതിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിന് ആ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. ഒത്തിരി പോലീസ് സേനയിലുള്ള സുഹൃത്തുക്കൾ, അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തതും അല്ലാത്തതുമായ ഒത്തിരി പേര് ഡെത്താവുമ്പോൾ അവരുടെ കണ്ണ് ദാനം ചെയ്യാൻ സാധിച്ചു. സാറിൻ്റെ ഒറ്റ പദ്ധതി കൊണ്ട് സാധിച്ച അതുപോലെ അനേകം പദ്ധതികൾ സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ സാറിൻ്റെ ഒത്തിരി പദ്ധതികൾ പോലീസ് സേനയ്ക്കും മറ്റുള്ള ജനങ്ങൾക്കും ഒത്തിരി ജനങ്ങൾക്ക് ഫലപ്രദമായിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ പ്രേക്ഷകരോട് പറയായിരുന്നു, കണ്ണ് മനുഷ്യനോ മണ്ണിനോ. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ, അങ്ങനെ ഒരു ടൈറ്റിൽ കൊണ്ടുവരാൻ പറ്റിയത്? അതായത് മനുഷ്യൻ്റെ മനസ്സിൽ മരണശേഷം നമുക്ക് ഉപയോഗിക്കാവുന്ന ഏക അവയവം കണ്ണാണ്. കണ്ണിൻ്റെ ഒരു പ്രത്യേകത അറിയണമെങ്കിൽ കണ്ണ് ഇല്ലാത്തവൻ്റെ മനസ്സ് വായിക്കണം. ഇത്ര മനോഹരമായ പ്രകൃതിയെ നമുക്ക് കാണാനായിട്ട് ഈ ചെറിയ 2 കണ്ണുകൾ മാത്രമേ ഉള്ളൂ. ആ കണ്ണുകൾ നമുക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുഖത്ത് നമ്മുടെ കണ്ണ് വീണ്ടും ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മളിലൂടെ ഈ ലോകം ആ മനുഷ്യനും കൂടി അറിയുകയാണ്. അല്ല, ഈ പദ്ധതി തുടങ്ങിയത് 2009 ഞാൻ പുത്തൻകുരി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ്. അന്ന് ഞാൻ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അന്ന് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്ന ഏഞ്ചൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സബോർഡിനേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറവൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരിക്കുകയും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം പറയുകയും ചെയ്തു, സാറേ ഇങ്ങനെ ആൾ മരിച്ചു, അപ്പോൾ നമുക്ക് കണ്ണ് ദാനം ചെയ്താൽ നല്ലതായിരിക്കും. അത് നമ്മുടെ അസോസിയേഷൻ്റെ ഇത് മുൻകൈ എടുത്ത് ചെയ്യുവാണെങ്കിൽ എറണാകുളം റൂറൽ ജില്ലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SHOമാർ അങ്ങനെയുള്ളവർക്കെല്ലാം ആ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒരു ഒരു ഡ്രൈവായിട്ടൊരു മൂവ്മെൻ്റായിട്ട് നടത്താമല്ലോ എന്നുള്ള ആ ഒരു തീരുമാനമാണ് ഞങ്ങൾ നടപ്പാക്കിയത്. SHOമാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റേഷൻ്റെ ചാർജിലുള്ളതുകൊണ്ട് മരണം പെട്ടെന്ന് അറിയുന്ന, അൺനാച്ചുറൽ ഡെത്തുകൾ പെട്ടെന്ന് അറിയുന്ന ഒരു വിഭാഗമാണ്. സാധാരണ ഈ പള്ളിയിലെ പുരോഹിതന്മാരും മറ്റുള്ളവരും അറിയുന്നത് പോലെ തന്നെ അൺനാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ അവരറിയും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർക്ക് അവരുടെ ബന്ധുക്കളോട് സംസാരിക്കാവുന്ന ഒരു കാര്യമാണ്. മരിച്ച ആളുടെ മറ്റേ കണ്ണുകൾ ദാനം ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ അതിന് ഇങ്ങനെയൊരു ഓപ്ഷനുണ്ട്. ഒരു കണ്ണിൻ്റെ ഐ ബാങ്കിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിനൊരു ഫോൺ നമ്പർ വിളിച്ചാൽ മതി, അവർ വന്ന് അത് കളക്ട് ചെയ്തോളൂ. മരണപ്പെട്ട് വീട്ടിൽ അവരോട് ഏത് അവസ്ഥയിലാണ് ഇങ്ങനെ കണ്ണ് ദാനം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക, അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? ശരിക്കും അതൊരു വലിയ ചലഞ്ചായിരുന്നു. പോലീസുകാർ എന്നോട് ചോദിച്ചതാ, സാറേ അങ്ങനെ നമ്മൾ ചോദിക്കാൻ പോയാൽ അവർ നമ്മളെ തല്ലാൻ വരില്ല എന്നാണ് അവരെൻ്റെ അടുത്ത് ആദ്യം ഒരു പ്രതിരോധം പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു, ആ രീതിയിൽ ആരും തല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സങ്കടം വരും, കൂടുതൽ സങ്കടം വരും. പക്ഷേ അവരതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആ ഒരു ക്യാപ്ഷനെ സംബന്ധിച്ച് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന ക്യാപ്ഷൻ വേണം. അപ്പോൾ മരണശേഷം കണ്ണ് മണ്ണിനോ അതോ മനുഷ്യനോ എന്നുള്ള ആ ഒരു ചോദ്യം ഏതൊരു മനുഷ്യനും ചിന്തിപ്പിക്കാവുന്നതാണ്. പലപ്പോഴും അത് നമ്മൾ ഒരുപാട് ഹൃദയഭേദമായ പല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മെമ്മറബിളായിട്ടുള്ളൊരു സംഭവം ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ആലുവയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യൻ തോട്ടേക്കാട് ഒരു 1 ഡേ ടൂറിന് പോയി. അയാളുടെ സഹോദരി ഭർത്താവ് ഇവരുടെ എല്ലാം മക്കൾ, അതിൽ +1 +2 പഠിക്കുന്ന അയാളുടെ മകൻ വെള്ളത്തിൽ വീണുപോയി. സഹോദരിയുടെ കുട്ടി അവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടി. ഈ 2 മക്കളും അവിടെ വെച്ച് മരിച്ചു. അന്ന് ഞാൻ കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, അതായത് ഇങ്ങനെ കണ്ണുദാനം ചെയ്യാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ അളിയനോട് സംസാരിച്ചു. അപ്പോഴത്തേക്കും മൃതദേഹം എല്ലാം മറ്റേ മോർച്ചറിലോട്ട് കൊണ്ടുവന്നായിരുന്നു.
ഒരല്പസമയത്തിന് ശേഷം സാറ് പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. അതിൽ ഞാൻ അന്നേരം കരഞ്ഞുപോയി. കാരണം വേറൊന്നുമല്ല, ഒരു സ്വന്തം മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അങ്ങാപ്പുറയാണ്. അതിൻ്റെ എല്ലാം പ്രതീക്ഷകളുമാണെന്ന് അവിടെ. പക്ഷേ എന്നിരുന്നാലും ആ കണ്ണുകൾ ഇന്നും ജീവിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഏകദേശം എത്ര കണ്ണുകൾ ദാനം ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഞങ്ങൾ ആ വർഷം തന്നെ ഏകദേശം 300ഓളം കണ്ണുകൾ അന്ന് ഈ ജില്ലയിൽ മൊത്തത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അങ്കമാലി LF ഹോസ്പിറ്റലായിരുന്നു അന്നത്തെ ഒരു നോഡലായിട്ടുള്ള ഐ ബാങ്കായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കണ്ണുകൾ ദാനം ചെയ്ത യൂണിറ്റിനുള്ള സമ്മാനം മേടിച്ചത് എറണാകുളം റൂറൽ ജില്ലാ പോലീസാണ്. പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ആയിട്ടുള്ള അവരാണ് പോയിട്ട് ആ സമ്മാനം മേടിക്കാനായിട്ട് പോയത്. ഞങ്ങൾ അവരെ സജസ്റ്റ് ചെയ്ത് വിടുകയായിരുന്നു. ബിക്കോസ് അവരായിരിക്കും ഒരു പക്ഷേ ഈ ഗ്രൗണ്ടിൽ ആളുകളോട് സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനാർഹമായ സംഗതിയാണ്. ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്. തീർച്ചയായിട്ടും ഒരു ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി മരിച്ചു അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, അപ്പോൾ ആ അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ അവരുടെ ഒരു കണ്ണ് ദാനം ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ദൈവിക അനുഭവം കിട്ടുന്ന പോലെയാണ്. അവരുടെ മകൻ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ അച്ഛൻ, സഹോദരങ്ങൾ വീണ്ടും ജീവിക്കുകയാണ് മറ്റുള്ളവരോട്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് ഈ അവസരത്തിൽ സാറിന് പറയാനുള്ളത്? സുഹൃതം എന്നുള്ള ഈ പ്രൊജക്റ്റ് ഞാൻ ജോലി ചെയ്തിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. കട്ടപ്പന DYSP ആയിരിക്കുമ്പോൾ, കാഞ്ഞിരപ്പള്ളിയിലെ DYSP ആയിരിക്കുമ്പോൾ, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം അത് പോലീസിൻ്റെ പല വിഭാഗങ്ങളും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഒന്നാകെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും, എല്ലാ വിഭാഗക്കാരും, എല്ലാ സംഘടനകളും അതിന് മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് കണ്ണുകളുടെ ഒരു ഷോർട്ടേജ്, ഇന്നും അത് ഈ രാജ്യത്തെ ഷോർട്ടേജാണ്. ഈ രാജ്യത്തിൻ്റെ ലിസ്റ്റിലേക്കാണ് ആ കണ്ണുകൾ പോകുന്നത്. ഞാൻ ഒരിക്കൽ അങ്കമാലിയിലെ ലിസ്റ്റ് എടുത്ത് നോക്കി എവിടെയാണ് ഈ കണ്ണുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ കൽക്കട്ടയിൽ 2 വയസ്സുള്ള കുട്ടിക്ക് വരെ ഇവിടുന്ന് പോയ കണ്ണ് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു കണ്ണാണ് വെക്കുന്നത്. അപ്പോൾ കണ്ണിൽ നിന്ന് നീക്കം ചെയ്യുന്ന റെറ്റീന എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഭാഗം, അത് വന്നിട്ട് ഒരാളുടെ കണ്ണെടുത്താൽ 2 പേർക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു മഹാദാനം തന്നെയാണത്. നമുക്ക് ദൈവമായി തന്നതാണ്. നമ്മൾ ദാനമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വർഗത്തിൽ നമുക്ക് അത്രയും നല്ല ഒരു ട്രീറ്റായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു.